വെൽക്കം ടു ബിടെക് മെഡിസി. ജനുവരി 2024 നടന്ന എസിക്സ് കോംപ്രിഹെൻസീവ് ഇലക്ട്രിക്കലുകാർക്ക് വേണ്ടിയിട്ടുള്ള കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിന്റെ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെന്ന് പറയുന്നത് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സ് എന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി സി മെഷീൻസിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A 4-point starter is used to start and control the speed of a. നമ്മുടെ 4-point starter എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡി സി ഷണ്ട് മോട്ടോർ വിത്ത് ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ, ഡി സി ഷണ്ട് മോട്ടോർ വിത്ത് ഫീൽഡ് റെസിസ്റ്റൻസ് കൺട്രോൾ, ഡി സി സീരീസ് മോട്ടോർ ആൻഡ് ഡി സി കോമ്പൗണ്ട് മോട്ടോർ. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മെയിൻ ആയിട്ടുള്ള സ്റ്റാർട്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഈ പോയിന്റ് വെച്ചിട്ട് വരുന്ന സ്റ്റാർട്ടേഴ്സ് അതെന്ന് പറയുന്നത് ഒന്ന് 2-point സ്റ്റാർട്ടർ. 2-point സ്റ്റാർട്ടർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഡി സി സീരീസ് മോട്ടറിന് വേണ്ടിയിട്ടാണ്. ഇനി 3-point സ്റ്റാർട്ടർ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഡി സി കോമ്പൗണ്ട് മോട്ടർ പ്ലസ് ഡി സി ഷണ്ട് മോട്ടറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഡി സി ഷണ്ട് മോട്ടോഴ്സിനും ഡി സി കോമ്പൗണ്ട് മോട്ടോഴ്സിനും 3-point സ്റ്റാർട്ടർ യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മൾ 4-point സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്? 4-point സ്റ്റാർട്ടർ നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡി സി ഷണ്ട് മോട്ടോഴ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഷണ്ട് മോട്ടർ വിത്ത് ഫീൽഡ് വീക്കനിങ് കൺട്രോളിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടർ ആണ് 4-point സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചില സ്ഥലത്ത് 3-point സ്റ്റാർട്ടർ എവിടെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പൊ 3-point സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഡി സി ഷണ്ട് മോട്ടറിന് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊരിക്കലും ഫീൽഡ് വീക്കനിങ് കൺട്രോളിനല്ല, പകരം ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോളിന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ഈ 3-point സ്റ്റാർട്ടർ നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഓപ്ഷനകത്ത് ഇതെന്ന് പറയുന്നത് 3-point ആയിരിക്കും. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി സി മോട്ടർ വിത്ത് ഫീൽഡ് വീക്കനിങ് കൺട്രോൾ. ഇവിടെയാണ് നമ്മൾ 4-point സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. ഡി സി സീരീസ് മോട്ടറിന് 2-point സ്റ്റാർട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഡി സി കോമ്പൗണ്ട് മോട്ടറിന് 3-point സ്റ്റാർട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് PSC ടെക്നിക്കൽ എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് സ്യൂട്ടബിൾ വൈൻഡിങ് ഫോർ ഡി സി ജനറേറ്റർ ഫോർ ജനറേറ്റിംഗ് ലാർജ് കറണ്ട്. ലാർജ് കറണ്ട് ജനറേറ്റ് ചെയ്യാൻ ഒരു ഡി സി ജനറേറ്ററിന് ലാർജ് കറണ്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യേണ്ടതായി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വൈൻഡിങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ തന്നിരിക്കുന്നത് പ്രോഗ്രസീവ് വേവ് വൈൻഡിങ്, ഓപ്ഷൻ ബി ലാപ്പ് വൈൻഡിങ്, ഓപ്ഷൻ സി റെട്രോഗ്രസീവ് വേവ് വൈൻഡിങ്, ഓപ്ഷൻ ഡി വേവ് വൈൻഡിങ്. അപ്പോ ലാർജ് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നോർമലി സ്യൂട്ടബിൾ ആയിട്ടുള്ള വൈൻഡിങ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ലാപ്പ് വൈൻഡിങ് ആണ്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലാർജ് കറണ്ട് ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൈൻഡിങ് ആണ് എന്തെന്ന് പറയുന്നത് ലാപ്പ് വൈൻഡിങ്. ഓക്കെ, അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള, മാറി തിരിഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ ലോ കറണ്ട് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ വേവ് വൈൻഡിങ്. ഇത് മാറിയും തിരിഞ്ഞും ചോദിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒരുപാട് തവണ PSCക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈൻഡിങ്ങിന്റെയും വേവ് വൈൻഡിങ്ങിന്റെയും കാര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ DC മെഷീൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ. ഒരു DC മെഷീന്റെ കേസിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അല്ല, ഓപ്ഷൻ 1 എന്ന് പറയുന്നത് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഫോർ ന്യൂട്രലൈസിംഗ് ആർമേച്ചർ റിയാക്ഷൻ വൈൽ ഇന്റർപോൾ ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിംഗ് റെസിഡ്യുവൽ ഫ്ലക്സ്.
Option B, compensating winding is used for neutralizing armature reaction while interpole is used for improving commutation. Option C, compensating winding is used for improving commutation while interpole is used for neutralizing armature reaction. Option D, compensating winding is used for improving commutation reaction while interpole is used for producing residual flux. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 13th ക്വസ്റ്റ്യനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യം എന്താണ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്, എന്തിനാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഫോർ ന്യൂട്രലൈസിങ് ആർമേച്ചർ റിയാക്ഷൻ, ആർമേച്ചർ റിയാക്ഷൻ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇനി എന്തിനാണ് ഇന്റർപോൾസ് യൂസ് ചെയ്യുന്നത്? ഇന്റർപോൾസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇന്റർപോൾസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഇസ് യൂസ്ഡ് ഫോർ ന്യൂട്രലൈസിംഗ് ആർമേച്ചർ റിയാക്ഷൻ വൈൽ ഇന്റർപോൾ ഇസ് യൂസ്ഡ് ഫോർ ഇംപ്രൂവിംഗ് കമ്മ്യൂട്ടേഷൻ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ ഡി സി മോട്ടോർ വിച്ച് ക്യാൻ പ്രൊവൈഡ് സീറോ സ്പീഡ് റെഗുലേഷൻ ഇല്ലാത്തത് അറ്റ് ഫുൾ ലോഡിലാണ് പറയുന്നത്, അറ്റ് ഫുൾ ലോഡ് വിത്തൗട്ട് എനി കൺട്രോളർ, ഒരു കൺട്രോളറും ഇല്ലാതെ സീറോ സ്പീഡ് റെഗുലേഷൻ നടത്താൻ പറ്റുന്ന ഡി സി മോട്ടോർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ സീരീസ് മോട്ടോർ, ഓപ്ഷൻ ബി ഷണ്ട് മോട്ടോർ, ഓപ്ഷൻ സി ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോർ ആൻഡ് ഓപ്ഷൻ ഡി ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോർ. അപ്പോൾ ഇതിൽ സീറോ സ്പീഡ് റെഗുലേഷൻ അറ്റ് ഫുൾ ലോഡ് വിത്തൗട്ട് എനി കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോഴ്സ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതും ഒരുപാട് തവണ ടെക്നിക്കൽ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡി സി ഷണ്ട് മോട്ടോഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ. ഡി സി ഷണ്ട് മോട്ടോറിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഡി സി ഷണ്ട് മോട്ടോഴ്സ് എവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡി സി ഷണ്ട് മോട്ടറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഡി സി ഷണ്ട് മോട്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടറാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ medium torque applications. ഓക്കെ, കോൺസ്റ്റന്റ് സ്പീഡ് ആയിട്ടുള്ളതും അതേപോലെ മീഡിയം ടോർക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസിനുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡി സി ഷണ്ട് മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മളെടുത്ത് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ക്രെയിൻസ്. ക്രെയിൻ എന്ന് പറയുന്നത് ഒരു ഹെവി ഡ്യൂട്ടി അല്ലെങ്കിൽ ഹൈ ടോർക്ക് റിക്വയർമെന്റ് ഉള്ള ഒരു കാര്യമാണ്. അടുത്ത ഇലക്ട്രിക് ട്രാക്ഷൻ, അതേപോലെ എലവേറ്റേഴ്സ്. ഈ മൂന്നും ക്രെയിൻസും ഇലക്ട്രിക് ട്രാക്ഷനും എലവേറ്റേഴ്സും ഈ മൂന്ന് കാര്യങ്ങളും എന്ന് പറയുന്നത് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണ്ടുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കില് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടർ എന്ന് പറയുന്നത് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് മോട്ടർ എന്ന് പറയുന്നത് ഡി സി സീരീസ് മോട്ടർ ആയിരിക്കും. ഡി സി സീരീസ് മോട്ടറാണ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മീഡിയം സ്റ്റാർട്ടിംഗ് ടോർക്ക് ആൻഡ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് സ്പീഡ് ആപ്ലിക്കേഷനിൽ ആയിട്ട് വരുന്നത് എന്തേ ഉള്ളൂ, ലേത്ത് മെഷീനേ ഉള്ളൂ അല്ലെ. അപ്പൊ ലേത്ത് മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മോട്ടർ എന്തായിരിക്കും, ഡി സി ഷണ്ട് മോട്ടോഴ്സ് ആയിരിക്കും. അപ്പൊ ഡി സി ഷണ്ട് മോട്ടറിന്റെ ആപ്ലിക്കേഷൻ എവിടെയാ വരുന്നത്, ഇവിടെ ലേത്ത് മെഷീൻസിലാണ് നമ്മൾ ഡി സി ഷണ്ട് മോട്ടോഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇൻ എ ട്രാൻസ്ഫോമർ സീറോ വോൾട്ടേജ് റെഗുലേഷൻ അറ്റ് ഫുൾ ലോഡിൽ സീറോ വോൾട്ടേജ് റെഗുലേഷൻ നടക്കുന്നത് എപ്പോഴാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്കിത് സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. നമുക്കിത് ഇവിടെ നമ്മുടെ റെഗുലേഷന്റെ ഗ്രാഫ് വരയ്ക്കാം. ഇവിടെ പവർ ഫാക്ടർ ആണ്, ഇതെന്ന് പറയുന്നത് പെർസെൻറ്റേജ് റെഗുലേഷൻ ആണ്.
റെഗുലേഷന്റെ ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇത് ഈ ഭാഗത്ത് ലാഗും ഈ ഭാഗത്ത് ലീഡും ആയിരിക്കും. ഇനി നോക്കിക്കേ, ഈ ഒരു ഗ്രാഫിന്റെ ഷേപ്പ് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ റെഗുലേഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും? ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കുമ്പോൾ ഇങ്ങോട്ടെല്ലാം പോസിറ്റീവ് വാല്യൂസ് അല്ലേ? ഇതാണ് ലാഗിങ്ങിന്റെ ഭാഗത്ത് ഹൈ റെഗുലേഷൻ ആയിരിക്കും അല്ലെ, പോസിറ്റീവ് റെഗുലേഷൻ ആയിരിക്കും ലാഗിങ് പവർ ഫാക്ടറിന്റെ സമയത്ത്. അതേസമയം ലീഡിങ് പവർ ഫാക്ടർ ആണെങ്കിലോ ഇത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് എവിടെ എത്തും? ഒരു പോയിന്റ് സീറോയിലെത്തും. അത് കഴിഞ്ഞ് വീണ്ടും പവർ ഫാക്ടർ കൂട്ടി അങ്ങോട്ട് പോകും, നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷനിലായിരിക്കും പോകുന്നത്. അതായത് എപ്പോഴും സീറോ വോൾട്ടേജ് റെഗുലേഷനും അതേപോലെ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷനും നമുക്ക് ഏത് പവർ ഫാക്ടറിലാണ് കിട്ടുന്നത്? ലീഡിങ് പവർ ഫാക്ടേഴ്സിനാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീറോ വോൾട്ടേജ് റെഗുലേഷൻ അറ്റ് ഫുൾ ലോഡ് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് പോസിബിൾ, പോസിബിൾ ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻ തെറ്റാ. നെക്സ്റ്റ്, പോസിബിൾ അറ്റ് യൂണിറ്റി പവർ ഫാക്ടറിലോ, യൂണിറ്റി പവർ ഫാക്ടറിൽ നമുക്കിത് കിട്ടില്ല, അപ്പോൾ അതും തെറ്റാ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പോസിബിൾ അറ്റ് ലീഡിങ് പവർ ഫാക്ടർ, ലീഡിങ് പവർ ഫാക്ടറിൽ അത് പോസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് ലാഗിങ് പവർ ഫാക്ടർ ആണ്. ലാഗിങ് പവർ ഫാക്ടറിൽ എപ്പോഴും പോസിറ്റീവ് റെഗുലേഷൻ ആയിരിക്കും ഉള്ളത്. അപ്പൊ എന്താണ് ഇതിന്റെ സീറോ വോൾട്ടേജ് റെഗുലേഷൻ വരുന്നത് എപ്പോഴും എവിടെയാണ്? ലീഡിങ് പവർ ഫാക്ടറിന്റെ കേസിലായിരിക്കും. അതേപോലെ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ വരുന്നത് ലീഡിങ് പവർ ഫാക്ടറിന്റെ കേസിലായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടു ട്രാൻസ്ഫോമേഴ്സ് ഓഫ് ഐഡന്റിക്കൽ വോൾട്ടേജ്, സെയിം വോൾട്ടേജ് ആണ് ബട്ട് ഓഫ് ഡിഫറെന്റ് കപ്പാസിറ്റീസ്, ഡിഫറെന്റ് കപ്പാസിറ്റിയിലുള്ള പക്ഷെ ഐഡന്റിക്കൽ വോൾട്ടേജ് ഉള്ള രണ്ട് ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാണ്. ഓക്കെ, ഫോർ സാറ്റിസ്ഫാക്ടറി ലോഡ് ഷെയറിംഗ്, തരക്കേടില്ലാത്ത രീതിയിൽ, വലിയ മോശമില്ലാത്ത രീതിയിൽ രണ്ട് ട്രാൻസ്ഫോമറും ലോഡ് ഷെയർ ചെയ്യാനുള്ള കണ്ടീഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇംപെഡൻസ് മസ്റ്റ് ബി ഈക്വൽ, രണ്ടിന്റെ ഇംപെഡൻസ് ഈക്വൽ ആയിരിക്കണം. ഓപ്ഷൻ ബി പെർ യൂണിറ്റ് ഇംപെഡൻസ് മസ്റ്റ് ബി ഈക്വൽ, പെർ യൂണിറ്റ് ഇംപെഡൻസ് ഈക്വൽ ആയിരിക്കണം. ഓപ്ഷൻ സി പെർ യൂണിറ്റ് ഇംപെഡൻസ് ആൻഡ് എക്സ് ബൈ ആർ റേഷ്യോസ് മസ്റ്റ് ബി ഈക്വൽ, പെർ യൂണിറ്റ് ഇംപെഡൻസ് മാത്രമല്ല എക്സ് ബൈ ആർ റേഷ്യോയും ഈക്വൽ ആയിരിക്കണം. Then option D, impedances and X by R ratio must be equal. ഇംപെഡൻസും X by R ratio must be equal ആയിരിക്കണം. ഇതില് ഇംപെഡൻസ് മസ്റ്റ് ബി ഈക്വൽ, എന്ത് ഇംപെഡൻസ് ആണെന്ന് പറഞ്ഞിട്ടില്ല, അപ്പൊ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. പെർ യൂണിറ്റ് ഇംപെഡൻസ് മസ്റ്റ് ബി ഈക്വൽ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. പക്ഷേ രണ്ട് ട്രാൻസ്ഫോമർ ഒരു സാറ്റിസ്ഫാക്ടറി ലോഡ് ഷെയർ ചെയ്യണമെങ്കിൽ, പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് ട്രാൻസ്ഫോമർ ഇങ്ങനെ ലോഡ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ഇംപെഡൻസ് മാത്രം ഈക്വൽ ആയാൽ മാത്രം പോരാ, പിന്നെ എന്തും കൂടി വേണം, എക്സ് ബൈ ആർ റേഷ്യോസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പെർ യൂണിറ്റ് ഇംപെഡൻസ് ആൻഡ് എക്സ് ബൈ ആർ റേഷ്യോസ് മസ്റ്റ് ബി ഈക്വൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫംഗ്ഷൻ ഓഫ് ഓയിൽ ഇൻ എ ട്രാൻസ്ഫോമർ ഈസ്, ട്രാൻസ്ഫോമർ ഓയിലിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് അതിനകത്ത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? ടു പ്രൊവൈഡ് ഇൻസുലേഷൻ ആൻഡ് കൂളിംഗ്, ഇൻസുലേഷൻ കൊടുക്കുക അതേപോലെ കൂളിംഗും കൊടുക്കുക. നെക്സ്റ്റ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലൈറ്റ്നിങ്, ലൈറ്റ്നിങ് വേണ്ടിയിട്ടുള്ള, അതായത് ലൈറ്റ്നിങ്ങിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഷോർട്ട് സർക്യൂട്ട്, ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക. നെക്സ്റ്റ് ടു പ്രൊവൈഡ് ലൂബ്രിക്കേഷൻ, ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ട്രാൻസ്ഫോമർ ഓയിലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈസ് ടു പ്രൊവൈഡ് ഇൻസുലേഷൻ ആൻഡ് കൂളിംഗ്, രണ്ടും ഇൻസുലേഷനും കൂളിംഗും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ ഓയിലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A series wound motor is also called universal motor because, ഒരു സീരീസ് വൗണ്ട് മോട്ടറിനെ നമ്മൾ യൂണിവേഴ്സൽ മോട്ടർ എന്നും വിളിക്കും. അതിന്റെ കാര്യം അല്ലെങ്കിൽ അതിന്റെ റീസൺ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ റൺ ഈക്വലി വെൽ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇറ്റ് വിൽ റൺ ഈക്വലി വെൽ യൂസിങ് എയ്തർ ആൻഡ് എ സി ഓർ ഡി സി, എ സിയിലും അതേപോലെ ഡി സിയിലും ഒരേപോലെ റൺ ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇറ്റ് വിൽ റൺ വെൽ ബിലോ ആൻഡ് എബോവ് റേറ്റഡ് സ്പീഡ്, റേറ്റഡ് സ്പീഡിന് താഴെയും മുകളിലും അത് നന്നായി റൺ ചെയ്യും.
ഓപ്ഷൻ സി, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓൾ കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻ. എന്ത് തരത്തിലുള്ള ആപ്ലിക്കേഷനും നമുക്ക് ഇത് യൂസ് ചെയ്യാം, യൂണിവേഴ്സൽ മോട്ടോർ യൂസ് ചെയ്യാം. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. ഇതൊന്നും അല്ല. അപ്പോ നമ്മുടെ ഒരു സീരീസ് ബൗണ്ട് മോട്ടറിനെ ഒരു യൂണിവേഴ്സൽ മോട്ടർ ആയിട്ട് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ ആ മോട്ടർ എ സിയിലും ഡി സിയിലും ഏത് തരത്തിൽ സപ്ലൈ കൊടുത്താലും ഒരേപോലെ റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ആ മോട്ടറിന് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു മോട്ടറിനെ നമ്മൾ യൂണിവേഴ്സൽ മോട്ടർ എന്ന് വിളിക്കുള്ളൂ. അതായത് ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പവർ ഫാക്ടർ ഇൻ എ ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമറിന്റെ പവർ ഫാക്ടറിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ദ പവർ ഫാക്ടർ ഇൻ എ ട്രാൻസ്ഫോമർ. ഓപ്ഷൻ എ ഇസ് ഓൾവേസ് യൂണിറ്റി. Option B is always leading. Option C is always lagging. Option D depends on the power factor of the load. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ പവർ ഫാക്ടർ എന്താവാം? യൂണിറ്റി പവർ ഫാക്ടറിലാവാം, അല്ലെങ്കിൽ ലീഡ് ആകാം, അല്ലെങ്കിൽ ലാഗ് ആകാം. ഇതിൽ ഏത് വേണമെങ്കിലും ആകാം ട്രാൻസ്ഫോമറിന്റെ പവർ ഫാക്ടർ. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ എയും ബിയും സിയും തെറ്റാണ് അല്ലെ? ഇതിൽ 3 പവർ ഫാക്ടറിൽ ഏത് പവർ ഫാക്ടറിൽ വേണമെങ്കിലും ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസ്ഫോമറിന്റെ പവർ ഫാക്ടർ എന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡിന്റെ പവർ ഫാക്ടറിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പവർ ഫാക്ടർ ഇൻ എ ട്രാൻസ്ഫോമർ ഡിപ്പെൻഡ്സ് ഓൺ ദ പവർ ഫാക്ടർ ഓഫ് ദി ലോഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിലുള്ള 10 ക്വസ്റ്റ്യൻസ്, അതായത് 10 ക്വസ്റ്റ്യൻസ് അബൌട്ട് DC മെഷീൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം.